യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു വലിയ അത്ഭുതമാണ് സംഭവിക്കുന്നത്. നമുക്ക് 3 ഘടകങ്ങളുണ്ടല്ലോ: ആത്മാവ്, പ്രാണൻ, ശരീരം. നമ്മുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായി തീരുന്ന ഒരു മഹാത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിലേക്ക് വരുന്നു. നിങ്ങളുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായി തീരുന്നു. ഒരു വലിയ അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്. ആ അത്ഭുതത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിന് വ്യത്യസ്തമാകുന്ന ഒരു പ്രതലത്തിലേക്ക് കയറിപ്പോകുവാൻ കഴിയും. നമ്മുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ആദാമിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ഒരു മെച്ചപ്പെടുത്തലല്ല അവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ആത്മപ്രതലത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു മഹാത്ഭുതമാകുന്നു. നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ജീവൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ പ്രകൃതം വന്നിരിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ പ്രകൃതത്തിൻ്റെ ഒരു പകർച്ച തന്നെ സംഭവിക്കുന്നുണ്ട്. ഒരു ഇമ്പാർട്ടേഷൻ തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്.